വേണ്ടി കണ്ടുപിടിക്കാൻ വേണ്ടി ഗവൺമെന്റ് പറ്റിച്ചെടുത്ത് എല്ലാത്തും പറ്റിച്ചെടുത്തു പോയി. അപ്പൊ നമ്മൾ കാട്ടിൽ കൊടുത്തിട്ട് വാങ്ങിച്ചതാ, പറ്റിച്ചു പോയി. പറയുന്നത് വാക്ക് വേറെയാ, പറ്റിച്ചതെന്നല്ല പറയുന്നത്. പിന്നെ ഇയാളും തന്നെ പറ്റിച്ചെടുത്തതാണ്. ഒന്നാമത് സ്വർണത്തിന്റെ ഇന്ന് ഒരു പവന് ഒന്നേമുക്കാലത്തിന് രൂപ വേണം തീർത്ത് വാങ്ങിക്കാൻ. ചിലരൊക്കെ പറയുന്നത് 2-3 ഗ്രാം ഇത്രയൊക്കെ വിലയാണ്, ഇത്രയൊക്കെ വില വേണം. ചുമ്മാതെ കിട്ടുമെന്നാണ് വിചാരം, വെറുതെ ആകാണ്ടിരിക്കുന്നു. കല്ലൂരിയെല്ലാം നിൽക്കാറാ, കല്ലൂരിയെ സുബ്രഹ്മണ്യം. മറ്റുള്ളത് കഴിക്കണ്ട. ഓരോ അമ്മമാരെ കേട്ടി ഇപ്പൊ തന്നെ ഒറ്റ ഇറങ്ങി പോയിങ്ങനെ ഹെൽമെറ്റ് വെച്ചിങ്ങനെ പോവുക, ഓരോ അമ്മമാരെ കയറ്റി വെച്ചിരിക്കുക. അമ്മമാരെ വീട്ടിൽ വരുന്ന വണ്ടി കഴിഞ്ഞാൽ മതി, എത്രണ്ണം വരുമോ ഇങ്ങനെ വരിക. വേറെ ഒരു വീട്ടിൽ ഈ നാട്ടിൽ ഇത്രയും വണ്ടി വരുന്നതാ. കുറെ അമ്മമാരിങ്ങനെ കയറി ഇങ്ങനെ വരിക, അങ്ങനെ കയറ്റി വെച്ചോണ്ടിരിക്കുക. അതായത് ഞങ്ങളുടെ എന്റെ പേര് കണ്ടവന്മാരെ എല്ലാം കയറ്റി വെച്ചോണ്ടിരുന്നെങ്കിൽ എന്റെ പേര് പറയുന്നു. കണ്ട നാട്ടിൽ കിടക്കുന്ന നാളുകളെല്ലാം കയറ്റി വെച്ചോണ്ട് ആണോ മാനല്ലേ ഒരുമാർക്ക്. കണ്ട നാട്ടിൽ കിടക്കുന്ന പരത്തേയും നാളുകളെല്ലാം കയറ്റി വെച്ചോണ്ടിരിക്കുക ഒരുമാതിരി. പ്രധാനമന്ത്രി പറയുന്നില്ല, കണ്ട നാട്ടിൽ കിടക്കുന്ന പണ്ട പരക്കാരെല്ലാം കയറ്റി വെച്ചോണ്ട് എന്റെ പേര് പറയുന്നു. എങ്ങാണ്ട് കേട്ട എഴുതല്ല, തോന്നിയാൾക്ക് കഥയുണ്ടാക്കുന്നു. കണ്ട നാട്ടിൽ കിടക്കുന്ന കേട്ട പരത്തെല്ലാം കയറ്റി അവളുമാരെ വീട്ടിൽ വെച്ചോണ്ട് അവളുമാരുമായിട്ട് ഇരിക്കുക ഇങ്ങനെ. കണ്ട നാട്ടിൽ കിടക്കുന്ന പരത്തയല്ലോ തോന്നിയാസം എടുക്കുന്നു അവിടെ പേരില്. കണ്ട നാട്ടിൽ കിടക്കുന്ന പോലെ പരത്തയും ചെക്കയെല്ലാം കയറ്റി വെച്ചോണ്ടിരിക്കുക പ്രധാനമന്ത്രിക്ക്. നാളമാരില്ലാത്തവന്മാര് നാട്ടിൽ കിടക്കുന്ന പരത്തയൊക്കെ. ഞാനെന്റെ വീട്ടിൽ മഴമര്യാദ ചെയ്യുന്ന നാട്ടിൽ കിടക്കുന്ന കുറെ പരത്തയെല്ലാം വെച്ചോണ്ടിരിക്കുക. ഹെൽമെറ്റും വെച്ച് വരും കുറെ അവന്മാര് ഹെൽമെറ്റും എല്ലാം വെച്ച് നാണവന്മാരില്ലാതെ നടക്കുക ചെറ്റകള്. ചെറ്റടിക്കേണ്ട കാര്യമൊന്നും എനിക്കില്ല, ചെറ്റകളെ പിടിക്കണ്ട. ഇനിയൊന്നും എനിക്ക് ചെറ്റകൾ പിടിക്കണ്ട. ചെറ്റകളെ പിടിച്ച് വെച്ചോണ്ടിരിക്കുക, തോന്നിയാസം കൊണ്ട് നടക്കുക ചെറ്റകളെ പിടിച്ച് വെച്ചോണ്ടിരുന്നു. ചെറ്റക്കായ ഉണ്ടാക്കുന്നു കുറെ. എന്തുവാ 2003 വാങ്ങിച്ചത് 7000 രൂപ കൊടുത്താ സുബ്രഹ്മണ്യൻ്റെത്. അന്ന് അവന് 7000 ഇല്ല. ചുമ്മാതെ കിട്ടിയാന്നാണ് വിചാരിക്കേണ്ട. ചുമ്മാതെ നല്ല ശരിക്കും ചോദിച്ച കാശം കൊണ്ട് എണ്ണി കൊടുത്തിട്ടാ വാങ്ങിച്ചത്. 1.5 പവന്റെ കാശ് കൊടുത്തിട്ടാ വാങ്ങിച്ചത്. മറ്റേത് 2 പവന്റെ കാശ് കൊടുത്തിട്ടാ വാങ്ങിച്ചതെല്ലാം. ഉമ്മാമൊന്നും കിട്ടിയിട്ടില്ല. കടകളിൽ വാങ്ങിച്ചത് അങ്ങനെ തന്നെ. 80കളിൽ 500 രൂപ കൊടുത്തിട്ട് എണ്ണി കൊടുത്ത് 500 രൂപ സെന്റിന് കൊടുത്തിട്ടാ വാങ്ങിച്ചത്. അല്ലാതെ എല്ലാത്തിനും കൂടെ 500 രൂപയ്ക്കല്ല വാങ്ങിച്ചത്, സെന്റിന് 500 രൂപ എണ്ണി അങ്ങോട്ട് കൊടുത്തിട്ടാ വാങ്ങിച്ചത്. അപ്പൊ പുരയുടെ കാര്യം നല്ല സെന്റിൽ കാശ് ഇറങ്ങിയിട്ടാ. എന്റെ അച്ഛനും നല്ലപോലെ കുട്ടി ഒരിട്ട് തെങ്ങ് വെച്ചതാ. ചുമ്മാ അല്ല, എന്റെ അച്ഛനും നല്ല ശരിക്കും മുടക്കിയതാ കാശ്. ഞാൻ കണ്ടിട്ടുള്ളതാ എന്റെ അച്ഛനും അവിടെ കുട്ടിയെല്ലാം കുട്ടി തെങ്ങ് വെച്ചത്, തെങ്ങും പച്ചക്കറിയൊക്കെ വെച്ചത്. അത് ശരിയാ കണ്ടതാ. അവിടെ പോയി പച്ചക്കറി ഞാൻ പറിച്ചിട്ടുണ്ട്. ചുമ്മാതെ അങ്ങനെ ആയില്ല. ബുധനാഴ്ച വളരെ മുഴുത്തപ്പം ആയത്. ബുധനാഴ്ച മുഴുത്തപ്പം ആയതല്ലോ അവർക്കും. എല്ലാത്തിനും ആളുകളെ നിർത്തി തോണ്ടിച്ച് ഇതാക്കി വാരം പിടിച്ച് വലിയ വാരം പിടിച്ചങ്ങോട്ട് നല്ല ശരിക്കും തെങ്ങ് വെച്ചിട്ടാ. ചുമ്മാല്ല. പച്ചക്കറിയൊക്കെ നമ്മൾ ശരിക്കും അവർ പറിച്ചോണ്ട് പോകുന്നത് കണ്ടതാ. ഓരോ കൊട്ട പാവയ്ക്കായാലും പറിച്ചോണ്ട് വരുന്നു, ഓരോ കൊട്ട. കാണാത്തൊന്നുമല്ല, ബോധമൊന്നും ഇല്ലാതൊന്നുമില്ല എനിക്ക്, നല്ല ബോധമാണ്. എന്റെ അച്ഛൻ ചെയ്തൊക്കെ നമുക്ക് കണ്ടവരറിയാം. ഒന്നും ഇല്ലാതൊന്നും കണ്ടവർ പറ്റിച്ചോണ്ട് പോയതാണ്, അറിയാൻ വയ്യാതെ പോയി. എല്ലാവരും പറ്റിക്കത്തില്ലായിരുന്നു കൈ ഇങ്ങനെ കാണിച്ചു.
വഴിയും പിഴയൊന്നും ഇല്ലാതിരുന്നതിനാ 10,000 7,000 ഒക്കെ കൊടുത്ത് വാങ്ങിച്ചത്. വഴിയും പിഴയൊന്നും ഇല്ലാത്തതിന്. ഇവരുടെ വഴിയില്ലാതെ ഇവരുടെ സുബ്രഹ്മണ്യന്റെ വഴിയില്ലാതെ വഴിയില്ലാതെ ഓരോ വഴിയും പിഴയൊന്നും ഇല്ലാത്തത്. ഇതൊക്കെ പറ്റിച്ചിരിക്കേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു. നല്ല കാശിനി വാങ്ങിക്കുന്നവരായിരുന്നു. 3000 പെൻസിൽ വീട്ടിലിരുന്നപ്പം അതായത് കണ്ടവനെയൊക്കെ പറ്റിച്ചിരിക്കേണ്ട കാര്യമൊന്നും എൻ്റെ ഇല്ലായിരുന്നു. സമയപ്പെടുത്തിയില്ലായിരുന്നു. അതുപോലെ എന്തൊക്കെ പറ്റിച്ചത് നമ്മളെ വിളിക്കുന്നു. മറ്റേ വിചാരി പേരിലായിരുന്നു നമ്മളെ ഇരിക്കുക. അപ്പൊ അവിടെയെല്ലാം എന്തെങ്കിലും നമ്മളെ അനാവശ്യം. ഇതൊക്കെ പറ്റിച്ചിരുന്നു. അന്ന് 500 രൂപ 500 രൂപ സെറ്റിന് കൊടുത്താ വാങ്ങിച്ചത്. വെറും നിലം ഇതൊക്കെ നോക്കിയില്ല. വില വാങ്ങാൻ നിലം പോലെ കിടന്നു. വിചാരിക്കണ്ട. കാരണം ആളുകളെല്ലാം അവിടെ അവരെ ചുമ്മാതെ നാളെ വില കൊടുത്തിട്ടാ അത് ജയിച്ചുള്ള വില